രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക. ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പണിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. അപ്പോൾ അയോധ്യയിലെ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള കോൺഗ്രസ് കൺഫ്യൂഷൻ അയവില്ലാ ദിവസങ്ങളായി തുടരുകയാണ്. അതിലൊരു നയം വ്യക്തമാക്കാതെ എന്നാൽ നിലപാട് വ്യക്തമാക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. അതിന്റെ ഭാഗമായി മല്ലികാർജ്ജുൻ ഖാർഗെ ആ ചടങ്ങിൽ പോകാതിരിക്കുമ്പോൾ സോണിയാഗാന്ധി പങ്കെടുക്കാനാണ് സാധ്യത. അതിനുള്ള ആലോചനകൾ നടക്കുകയുമാണ്. ആഘോഷമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തുടക്കത്തിന് അയോധ്യയിൽ BJP തുടക്കമിടാനിരിക്കെ അവിടെ പോകാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റോപ്ഷനുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ പി ജയരാജൻ, ശ്രീ യുവരാജ് ഗോകുൽ, ഡോക്ടർ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് അമീൻ ഹസൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ പി ജയരാജ്. പി ജെ, ഇവിടെ എം വി ഗോവിന്ദൻ പറയുകയായിരുന്നു ഇന്ത്യ മുന്നണി പ്രശ്നത്തിലാകും എന്ന് പറയുകയായിരുന്നു. കോൺഗ്രസ് ഇതേ നിലപാട് തുടർന്നാൽ ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് പോക്കുന്നത് പ്രയാസമായി തീരുമെന്ന് പറയുന്നു. മുന്നണിയുടെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാട് ലീഗിനെ ദുർബലപ്പെടുത്തുമെന്നും പറയുകയാണ്. പി ജയരാജൻ, ഇത് പറയേണ്ടത് എം വി ഗോവിന്ദനല്ല, ഇത് പറയേണ്ടത് സീതാറാം യെച്ചൂരിയാണ് അല്ലേ? ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൂടുതൽ നിൽക്കുന്ന, കൂടുതൽ സജീവ ചർച്ചകളുള്ള സീതാറാം യെച്ചൂരിയാണ് അത് പറയുന്നത്. പക്ഷേ സീതാറാം യെച്ചൂരി അതൊന്നും പറയുന്നില്ല. എം വി ഗോവിന്ദൻ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ സീതാറാം യെച്ചൂരി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. കോൺഗ്രസിന് ആ നിലപാട് സ്വീകരിക്കാമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന അതേ ടോണിൽ തന്നെ പറയുകയാണ്. എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരിക്ക് അത്ര തീവ്രമായി കോൺഗ്രസിനെ ആക്രമിക്കേണ്ടതില്ല എന്ന് തോന്നുന്നത്? ശ്രീ പി ജയരാജൻ. അല്ല, രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചു. ആ ക്ഷണത്തോട് എന്ത് പ്രതികരണം എന്നതാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതിന് ശേഷം യെച്ചൂരി വ്യക്തമാക്കിയത്. അതിനപ്പുറം ഒരു കാര്യവും വേറെ ആർക്കും പറഞ്ഞുകൂടാ എന്നില്ലല്ലോ. ഇവിടെ രാമക്ഷേത്ര നിർമ്മാണം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നല്ലോ. രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കം ഒരു സിവിൽ വ്യവഹാരമായിരുന്നു. ആ സിവിൽ വ്യവഹാരത്തിൽ സാധാരണഗതിയിൽ ദീർഘവർഷക്കാലം അപ്പീലും ഒക്കെ ആയിട്ട് പോകും. പക്ഷേ അത്തരമൊരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റിയത് ആരാണ്? ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ തർക്കം ജനങ്ങളുടെ തർക്കമാക്കി അതിനെ ഉപയോഗിച്ചൊരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കി ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള അജണ്ട ആരുടേതാണ്? രണ്ടാമത്തെ ചോദ്യം. ആ അജണ്ട തീർച്ചയായിട്ടും RSS സംഘപരിവാരത്തിൻ്റെതാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP-യെ അധികാരത്തിലെത്തിക്കാനും ആ അധികാര കസേര ഉറപ്പിക്കാനും വേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS-ൻ്റെ 100ാമത്തെ വാർഷികം നടത്താനിരിക്കുന്ന സന്ദർഭത്തിൽ രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെൻറ്, അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ജനങ്ങളോട് പറയേണ്ടത്. അതിനു പകരം മതപരമായിട്ടുള്ളൊരു വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് 2024-ലും ഈ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് നടന്നു കയറാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഈ പരിശ്രമം ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ടാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആലോചിക്കേണ്ടത്. ചോദിക്കുന്നത് കോൺഗ്രസിന് എന്താണ് വേറെ വഴി എന്നാണ്. അല്ല PJ, നമുക്ക് കേരളത്തിൽ നിന്ന് ധൈര്യമായി പറയാം. കാര്യം കേരളത്തിൽ ഒരു തരത്തിലും രാമക്ഷേത്രം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും തരത്തിൽ BJP മറ്റ് റെസ്റ്റ് ഓഫ് ദ കേരള ഞാൻ റെസ്റ്റ് ഓഫ് ദ കേരള ഒരു നേട്ടമുണ്ടാകുമ്പോഴും കേരളത്തിൽ BJP-ക്ക് ഒരു നേട്ടമുണ്ടെന്ന് PJ എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം, ഇപ്പോൾ സീതാറാം യെച്ചൂരി ഒന്ന് പറഞ്ഞാൽ ബാക്കി ആരും മറ്റൊന്നും പറഞ്ഞുകൂടെ? അങ്ങനെയല്ല പറയാൻ കഴിയും. പക്ഷേ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് എം വി ഗോവിന്ദൻ. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആശങ്കപ്പെടേണ്ടത് സീതാറാം യെച്ചൂരി അല്ലേ? ഇപ്പോൾ എം വി ഗോവിന്ദനേക്കാൾ കൂടുതൽ അത് ആധികാരികമായി പറയേണ്ടത് സീതാറാം യെച്ചൂരി അല്ലേ? ഇപ്പോൾ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് അത് പറഞ്ഞുകൂടാ എന്നുമില്ലല്ലോ PJ. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ കക്ഷികളാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃസ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് നിങ്ങൾ ആ പരിപാടിയിലേക്ക് പോരുത് എന്ന് സീതാറാം യെച്ചൂരിക്ക് പറയാം.
സീതാറാം യെച്ചൂരി അത് പറയാത്തതിന് കാരണം രാജ്യത്തെ ഗ്രൗണ്ട് രാഷ്ട്രീയം അങ്ങ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഐഡിയൽ രാഷ്ട്രീയമല്ല എന്ന തിരിച്ചറിവിലാണ് പി ജെ. അല്ല, ഇന്ത്യ എന്ന പൊതുവേദിയോട് CPM-ന് നേരത്തെയും ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ആ വിയോജിപ്പുകളുടെ ഭാഗമായിട്ടാണല്ലോ ഏകോപന സമിതിയിൽ CPM-ൻ്റെ പ്രതിനിധി വേണ്ട എന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടക്കം തീരുമാനിച്ചത്. അപ്പോൾ ഇന്ത്യ എന്നുള്ള പൊതുവേദി BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കൃത്യമായിട്ടുള്ള നിലപാടോടുകൂടി മുന്നോട്ട് പോകണം. ഇവിടെ ദൃഢമായിട്ടുള്ള നിലപാടില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് BJP-യെ തോൽപ്പിക്കാനാവില്ല. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസ്സാണ് വ്യക്തമാക്കേണ്ടത്, പക്ഷേ BJP-യുടെ അജണ്ടക്ക് തലവെച്ച് കൊടുക്കാൻ പാടില്ല എന്നും അവർ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ അത് BJP-യുടെ അജണ്ടയാണ് അങ്ങ് പറയുന്നത് ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ പോകണമെന്ന് എനിക്കും കൂടി സ്വീകാര്യമാകുന്ന ഒരു ഐഡിയൽ രാഷ്ട്രീയം അങ്ങ് പറയുകയാണ്. പി ജെ, അങ്ങേക്ക് വളരെ വ്യക്തമായി അറിയാം നമ്മുടെ രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയം അങ്ങനത്തെ ഐഡിയൽ രാഷ്ട്രീയമല്ല എന്ന് അങ്ങേക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. CPM-ന് കേരളത്തിലെ കാര്യമൊക്കെ ശരിയാണ്, നിലപാടാണ്. എന്താണ് ചില ചരിത്രസന്ധികളിൽ നിലപാട് വോട്ട് നോക്കാതെ ഉറക്കെ പറയണം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടെ നിലപാടെടുത്ത ഓരോരോ പ്രാദേശിക പാർട്ടികളുടെ അവരുടെ വോട്ട് കോൺസ്റ്റിറ്റ്യുവൻസി നമുക്കറിയാം. കോൺഗ്രസിന് അങ്ങനെയല്ല. കോൺഗ്രസിന് ഈ പറയുന്ന ഹിന്ദുത്വ മേഖലകളിൽ, ഈ പറയുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അവർക്ക് വേരുകളുണ്ട്. ആ വേരുകൾ അവർക്ക് വാടാതെ നോക്കണം. ആ വേരുകൾ കൂടി വാടിയാൽ എക്കാലത്തേക്കുമായി അപ്രസക്തമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ വിശാലമായ പ്രാക്ടിക്കൽ രാഷ്ട്രീയത്തിൻ്റെ വശം കോൺഗ്രസിന് ആലോചിക്കാനുണ്ട്. അപ്പം ആ കോൺഗ്രസിനെ ആ ആലോചനയിലേക്ക് വിടുന്നതിന് പകരം ഇപ്പോൾ വേട്ടയാടാനുള്ള ഒരു ആരോഗ്യം കോൺഗ്രസിനുണ്ടോ പി ജെ? അല്ല, പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ടി ആദർശ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ പറ്റുമോ? ആദർശം വേണമല്ലോ. ആ ആദർശം ഇന്ത്യയുടെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആദർശമാണ് CPIM മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയനുസരിച്ച് ഒരു മതത്തിൻ്റെയും അവകാശം സർക്കാർ ഏറ്റെടുക്കാൻ പറ്റില്ല. സർക്കാർ ഔദ്യോഗികമായിട്ടൊരു മതവും പ്രഖ്യാപിക്കാത്തൊരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. സെക്യുലറിസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യത്തെ വാചകത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്. നമ്മുടെ ആർട്ടിക്കിൾ 28 വ്യക്തമായി പറയുന്നു, സർക്കാരിന്റെ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പാടില്ല. അത്തരം ഭരണഘടനയുടെ രാജ്യത്ത് ആ ഭരണഘടനയുടെ സത്ത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ പാർട്ടികൾക്കും വിമർശനം ശരിയാണ്. എന്താണ് ഒരു ഐഡിയൽ, ഒരു ക്ഷേമരാഷ്ട്രീയ കൺസെപ്റ്റിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളത് ഐഡിയൽ ക്ഷേമരാഷ്ട്രീയ കൺസെപ്റ്റാണോ? ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറയുകയാണ് 80 വിരുവും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ വലിയ വിജയം നേടുകയാണ്. പി ജെ, നമുക്ക് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, അവിടെ ജാതിഭേദമെന്നെ മതഭേദമെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ മതഭേദമെന്നെ നല്ല ഒരുപക്ഷെ ഹിന്ദു സഹോദരന്മാർ രാഷ്ട്രീയ ഭേദമെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന റാം റാം എന്ന ഒരു അഭിസംബോധനയുണ്ട്. രാമൻ അവരുടെ, അത് രാഷ്ട്രീയ രാമനാവട്ടെ ഭക്തരാമനാവട്ടെ, രാമൻ അവരുടെ സിരകളിലുണ്ട്. അങ്ങനെയുള്ള ഒരു ഹൃദയഭൂമിയിൽ രാമൻ്റെ ഒരു ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നൊരു നിലപാടുമായി കോൺഗ്രസ് വന്നത്. ഇപ്പം തന്നെ വി മുരളീധരൻ പറയുകയാണ് നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടിയിലേക്ക് പോകാമല്ലോ. അതിലേക്ക് കോൺഗ്രസ് നിലപാട് പ്രഖ്യാപിച്ചില്ല. അതിൽ പിന്നെ വി മുരളീധരൻ വർഗീയത പറയുന്നു. നിങ്ങൾക്ക് ഇഫ്താർ പാർട്ടിയിലേക്ക് പോകാം, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താണ് മുസ്ലിം ലീഗിലേക്ക് അങ്ങ് ലയിക്ക് എന്ന് നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ വി മുരളീധരൻ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എത്ര ഭീകരമായ വർഗീയത രാജ്യത്തുണ്ടാകും ശ്രീ പി ജയരാജൻ? അതായത് ഹാഷ്മി പറയുന്ന ഈ ഒരു പൊതുബോധ നിർമ്മിതി അതാണ് നിങ്ങളെയും സ്വാധീനിച്ചിട്ടത് എന്നാണ് തോന്നുന്നത്. ആ പൊതുബോധ നിർമ്മിതി എത്രയോ കാലമായിട്ട് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ യുദ്ധപ്രചരണത്തിന് പകരം പ്രചാരണ യുദ്ധം നടത്തി, ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി, ശ്രീരാമക്ഷേത്രത്തിന് അനുകൂലമായി ചിന്തിപ്പിക്കുക. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പറഞ്ഞു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വിഷയം. രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ മുമ്പിൽ ഒരു വിഷയം വന്നല്ലോ. ഇതേ ബാബരി മസ്ജിദ് കെട്ടിടത്തിനകത്ത് ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു ഒരു ദിവസം രാത്രി. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറഞ്ഞത്? ആ സരയൂ നദിയെ എടുത്തിയാടൂ എന്നാണ്. ശരിയാണ്, അതിനെ ഗോവിന്ദ് വല്ലഭ് പന്ത് പുറങ്കാലിനടിച്ചു, രോമത്തിന്റെ വില കൊടുത്തില്ല. ശരിയാണ്, അങ്ങ് പറയുന്ന ഒക്കെ ശരിയാണ്. രാജീവ് ഗാന്ധി, കോൺഗ്രസിന്റെ നിലപാടൊക്കെ ശരിയാണ്, ഒക്കെ ശരിയാണ്.
പി ജെ അങ്ങ് പറയുന്ന ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ചരിത്രത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയും. ആയിരക്കണക്കായ ശരിയാണ്, ആളുകളെ ബാബരി മസ്ജിദ് പൊളിഞ്ഞു വീഴുമ്പോൾ അത് നേരിൽ കണ്ട് ജോൺ ബ്രിട്ടാസ് പിറ്റേ ദിവസം പത്രത്തിൽ എഴുതുന്നു, ഇന്ത്യയുടെ മതേതരത്വത്തിന് ചരമഗീതം എന്ന് എഴുതുന്നു, ഇന്ത്യയുടെ മതേതര ചരമഗീതം ഒക്കെ ശരിയാണ്. ചോദിക്കുന്നത് പി ജെ നമുക്ക് ചരിത്രത്തിലെ മുറിവുകളിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ കഴിയുമോ? ചരിത്രത്തിലെ മുറിവുകളിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ കഴിയുമോ? അവിടെ അയോധ്യ എന്താണ്, അയോധ്യ ക്ഷേത്രം പൊളിച്ച് ഇനിയൊരു പള്ളി എന്നുള്ളത് ആര് സ്വപ്നേവി കരുതുന്നുണ്ടോ? അവിടെ അല്ല, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊരു അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊരു പ്രശ്നം, അത് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി പറയുന്നു അവിടെ നടന്ന അക്രമകമായ വയലൻസ് ഉണ്ടായി, അനീതി ഉണ്ടായി എന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പരിഹാര നീക്കം എന്നുള്ളതിൽ കൊണ്ടുവന്നതാണ്. രമ്യതയിൽ പരിഹരിച്ച് അത് അങ്ങനെ സ്മൂത്തായി അങ്ങ് പോകുന്നതിന് പകരം നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് നോക്കി ആ മുറിവുകളിലേക്ക് നോക്കി വേദനിച്ചിട്ട് ആർക്കെന്ത് ഗുണം? ബി ജെ പിക്ക് അല്ലാതെ. പി ജെ, ഈ രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കം രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റിയത് ആരാണ്? RSSും സംഘപരിവാരവുമാണ്. അത് അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഓരോ പടവും അവർ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ ബാബരി മസ്ജിദിൻ്റെ വിഷയം മാത്രമല്ല, ഗ്യാൻവ്യാപി പള്ളിയുടെ വിഷയം, മധുരയിലെ തർക്കപ്രശ്നം, ക്ഷേത്രത്തിൻ്റെ അവകാശവാദം, ഇതൊക്കെ കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ആവുന്നില്ലെങ്കിൽ രാജ്യത്തിലെ മതനിരപേക്ഷത നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല, രാജ്യത്തിലെ ഭരണഘടന നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന പ്രശ്നം ഒറ്റ കാര്യമായിട്ട് മാത്രം ചുരുക്കിക്കാണാനാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകന്മാർ തയ്യാറാവുന്നത്. അത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇത് കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമാണ്. താങ്കൾ പറയുന്നത് ശരിയാണ്. താങ്കൾ പറയുന്ന ഒരർത്ഥത്തിൽ ശരിയാണ്. താങ്കൾ പറഞ്ഞ ഒരർത്ഥത്തിൽ ശരിയാണ്. ഈ രാജ്യം പ്രതീക്ഷിക്കുന്നത് താങ്കൾ പറഞ്ഞ ഒരർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? വിധം അവര് ഞാൻ ആലോചിക്കുന്നത് അതിന്റെ മറു സൈഡാണ്. ഞാൻ ആലോചിക്കുന്നത് കോൺഗ്രസ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടുണ്ടായി കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയം ഇപ്പൊ മധ്യപ്രദേശത്ത് പൊളിഞ്ഞു ബി ജെ പി എന്ന് പറയും, കോൺഗ്രസ് ഒന്നും പൊളിഞ്ഞിട്ടില്ല. നമുക്ക് 4 വോട്ടല്ല പ്രധാനം, 4 വോട്ട് പ്രധാനമാണ്. പി ജെ 4 വോട്ട് പുതിയ കാലത്ത് മോദിക്ക് ഒരു ഭരണത്തുടർച്ച ഉണ്ടാവാതിരിക്കാൻ കോൺഗ്രസിന് പ്രധാനമാണ് 4 വോട്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാവുന്നത്. കോൺഗ്രസ് പൊളിഞ്ഞല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത് കോൺഗ്രസ് ദൃഢമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, അതിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോവുക. 4 വോട്ടിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയെ തന്നെ തകർക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകാൻ വേണ്ടി പാടില്ല എന്നതാണ് CPM-ന്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങനെ ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ടാണ് ഇതിൽ കോൺഗ്രസിന് ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിയും? ഇപ്പോൾ പ്രധാനം ഈ രാജ്യമാണ്. ശരിയാണ് സർ. പി ജെ ഇവിടെ 140 MP-മാരെ പുഷ്പം പോലെ എങ്ങനെയാണ് പാർലമെന്റിൽ അകത്ത് കയറി ഈ പറയുന്ന വലിയ രാജ്യസുരക്ഷയെ പറ്റി പറയുന്ന പാർട്ടി ഭരിക്കുന്ന പാർലമെന്റ് അകത്ത് കയറി 2 പേർ പുകബോംബ് പൊട്ടിച്ചതിന് അതിന് ചോദ്യം ചെയ്ത 140 MP-മാരെ റെക്കോർഡ് വേഗത്തിൽ കഴുത്തിന് പുറത്തിട്ട ഒരു ജനാധിപത്യ മാതൃകയിൽ ആണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് അങ്ങ് പറയുന്നത് 4 വോട്ട് പ്രധാനമല്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ എത്തും, ഉറപ്പായി ഞാൻ അങ്ങനെയൊക്കെ എത്തും. ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? അതിന് വിധേയമാവണം എന്നാ ഹാഷ്മി വാദിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല ഞാൻ എന്റെ വാദം അങ്ങനെയല്ല. ഞാൻ അങ്ങനെയൊക്കെ എത്തും. ഡോക്ടർ മോഹൻ വർഗീസ്, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് നിലപാട് വ്യക്തമാക്കാൻ കഴിയാതെ വരുന്നത്? ശരി, പോകുന്നുവെങ്കിൽ പോകുന്നു എന്ന് പറ, പോകുന്നില്ലെങ്കിൽ പോകുന്നില്ല എന്ന് പറ. ഡോക്ടർ മോഹൻ വർഗീസ് അവിടെ എന്താണ്, പള്ളിക്ക് സ്ഥലം എടുത്തിട്ടുണ്ട്, പള്ളിയുടെ പണി എന്തോ തുടങ്ങാൻ പോകുന്നു. കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ മുന്നണി നേതാക്കളൊക്കെ ആദ്യം പോയി ആ പള്ളിയുടെ സ്ഥലം സന്ദർശിക്കുക, അതിനുശേഷം അയോധ്യ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങി വരിക എന്നുള്ള വളരെ വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പറ, എന്താണ്, വിശ്വാസികൾ പാർട്ടി എന്നുള്ളത് ഞങ്ങൾ പോകുന്നില്ല, വിശ്വാസികൾക്ക് പോകാൻ അതിനൊരു വിലക്കുമില്ല. ഇപ്പോൾ പി ജയരാജൻ്റെ CPM-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ രാജ്യത്തൊരൊറ്റ അണികളും രാമക്ഷേത്രത്തിലേക്ക് ഇനി പോവില്ല എന്നൊരു ഉറപ്പാർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. വിശ്വാസികളായ ആളുകൾ പോകട്ടെ, രാഷ്ട്രീയമായി ഞങ്ങളില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിക്കാതെ BJPക്കുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് V. മുരളീധരന് വർഗീയത പറയാനൊക്കെയുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്ന കോൺഗ്രസിന്റെ അമാന്തം എന്തിനാണ്? മോഹൻ വർഗീസ്. ഹാഷ്മി, അത്ര എളുപ്പം ഒരു നിലപാട് പ്രഖ്യാപിക്കാവുന്ന നിലയിലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലപാടിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തത ഇന്ന് കൈവന്നതായി തോന്നുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് ഔപചാരികമായ ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെ ക്ഷണിച്ചു, 3 സമുന്നതരായ നേതാക്കളെ ക്ഷണിച്ചു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ക്ഷണിച്ചു, മല്ലികാർജ്ജുൻ ഖാർഗെയെ ക്ഷണിച്ചു,
അതുപോലെ സോണിയാഗാന്ധിയെ ക്ഷണിച്ചു, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ക്ഷണിക്കുന്നു, അധീർ രഞ്ജൻ ചൗധരിയെ ക്ഷണിക്കുന്നു. അവർക്കുള്ള ക്ഷണം വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിലാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ പോകുന്നത്. അതനുസരിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ് കോൺഗ്രസിൻ്റെ വക്താക്കളിൽ നിന്നും വരുന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി പോകുന്നില്ല എന്ന് പറയുമ്പോഴും വ്യക്തികൾ, ഏതെങ്കിലും ഒരു വ്യക്തി കോൺഗ്രസ് പാർട്ടിയുടെ ഔപചാരിക കെയർ ഓഫിലല്ല, അല്ലാതെ ഒരു വ്യക്തി കോൺഗ്രസ്സുകാരനായ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി പോകുന്നതിനെ വിലക്കുന്നതുമില്ല. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നില്ല എന്ന വ്യക്തമായ തീരുമാനമുണ്ടായിരിക്കുന്നു. അതിന് വ്യക്തതയുണ്ട് എന്ന് ചോദിച്ചാൽ അത്ര കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്, ഔപചാരികമായില്ല. എന്നാൽ അനൗപചാരികമായി ഇത് വ്യക്തിപരമായ അവകാശമാണ്. നോക്കൂ, ആർട്ടിക്കിൾ 28 അനുസരിച്ചുള്ള മൗലിക അവകാശങ്ങളിൽ പെടുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജ്യനിൽ പെടുന്നതാണിത്. ഒരു വ്യക്തിക്കാണ്, ഒരു സംഘടനയ്ക്കല്ല, പാർട്ടിക്കല്ല, സമൂഹത്തിനല്ല, സമുദായത്തിനല്ല, മതത്തിനല്ല, മറിച്ച് വ്യക്തികൾക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശമാണ് മൗലിക അവകാശങ്ങൾ. ആ അവകാശം വ്യക്തിപരമായി വിനിയോഗിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകാനും ആരാധനയിൽ പങ്കെടുക്കാനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ക്ഷണം ലഭിച്ചാൽ പോകാനും വേണമെങ്കിൽ പോകാതിരിക്കാനും എല്ലാം നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നു. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഒരു പൗരനെയും ഒരു സോണിയാഗാന്ധി ഒരു രാമഭക്ത എന്ന നിലയ്ക്ക് മാത്രം പോകുന്നതാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്ട്രക്ചറുമായി സോണിയാഗാന്ധിയുടെ സന്ദർശനത്തിന് ഒരു ബന്ധവുമില്ല ഡോക്ടർ മോഹൻ വർഗീസ്. അങ്ങനെയൊന്നും പറഞ്ഞോളയല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞ് നിഷ്കളങ്കമാവല്ലേ? കോൺഗ്രസിൻ്റെ ഏത് കപ്പാസിറ്റിയിലാണ് ഒരു വ്യക്തിക്ക് 2 കപ്പാസിറ്റി ആകാം. ഒരേ സമയം ഒരു വ്യക്തി പല രീതിയിലാണ് കാണുന്നത്. ഒരേ സമയം ഒരാൾ ഒരു പിതാവാണ്, മകനാണ്, ഭർത്താവാണ്, അത് മാത്രമല്ല അധ്യാപകനാണ്, ഒക്കെയാണ്. അപ്പോൾ ആ മൾട്ടിപ്പിൾ റോൾസ് എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധി എന്ന വ്യക്തിയെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിയെ ഒരു പ്യൂർലി കോൺഗ്രസ് ലീഡർ എന്ന നിലയിലല്ല. ആ വ്യക്തികൾക്ക് തീർച്ചയായും രാഷ്ട്രീയമായ അഭിപ്രായങ്ങളുണ്ട്, അതുപോലെ തന്നെ മതപരമായ കൺവിക്ഷൻസും ഉണ്ട്. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കുന്നതിന് എതിരാണ് എന്നതാണ് പൊതുവേ ഇപ്പോൾ കോൺഗ്രസ് പറയുന്ന കാര്യം. അതിൽ വ്യക്തത പോരാ എന്ന കാര്യം ഞാനും സമ്മതിക്കുന്നു. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രാതിനിധ്യമില്ലാതെ സോണിയാഗാന്ധി രാമനെ കാണാൻ അവിടെ പൂജ നടത്താൻ വേണ്ടി മാത്രം പോകുന്ന വിശ്വാസിയെ പോകുന്നതാണെന്ന് പറഞ്ഞാൽ അത് അപഹാസ്യ നിലപാടായി പോകും. ശ്രീ മോഹൻ വർഗീസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന BJP-യുടെ ട്രാപ്പിൽ വീഴാതെ എന്താണ് അത് ഒരു വെള്ളിത്തളിയിൽ RSSന് മാത്രം വെച്ച് കൊടുക്കാതെ അതിന്റെ പ്രയോജനം ഞങ്ങൾ കൂടി എടുക്കാം എന്നുള്ള നിലപാടിൽ പോകുന്നതാണെങ്കിൽ ഈ നിലപാട് കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഡോക്ടർ മോഹൻ വർഗീസ്, തീർച്ചയായും വടക്കേ ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയിലെ രാഷ്ട്രീയം മാറ്റി നിർത്തി നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനാവില്ല. നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴകത്ത് അതുപോലെ ബംഗാളിൽ അവിടുത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ല വടക്കേ ഇന്ത്യയിലെ. നേരത്തെ ഈ പറഞ്ഞ പോലെ റാം എന്ന പേരിൽ അഭിസംബോധന നടത്തുന്ന വടക്കേ ഇന്ത്യയിലെ പൊതുസാമാന്യം അവരൊരിക്കലും അതിനെ ഹൈന്ദവ ദേശീയതയെന്നോ ഹിന്ദുത്വ എന്നോ സാംസ്കാരിക ദേശീയതയെന്നോ ഒന്നുമല്ല പറയുക. അവർക്ക് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൽ പങ്കാളിത്തവുമില്ല. ശരാശരി പൗരൻ്റെ, വടക്കേ ഇന്ത്യയിലെ ഒരു ഹൈന്ദവൻ്റെ ജീവിതത്തിൻ്റെ വളരെ ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ എന്നത്. അപ്പം രാമൻ്റെ പേരിലൊരു ക്ഷേത്രം, അത് ആര് പണിതു, എന്തു പണിതു, അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതൊന്നും തന്നെ, ഈ നൂലാമാലകളൊന്നും തന്നെ സാധാരണ ജനത്തിന് ബാധകമല്ല. അത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വികാരങ്ങൾക്ക് വില കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി പോകുന്നു എന്നല്ല, അതുകൊണ്ട് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടല്ല ഹാഷ്മി, ഒന്ന് നോക്കൂ, ആദ്യമായിട്ടല്ല കോൺഗ്രസ് മനസാക്ഷിയുടെ കാര്യം പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1969 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഔപചാരികമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥി നീലം സഞ്ജീവ റെഡ്ഡിക്കെതിരെ VV ഗിരിയെ ഫീൽഡ് ചെയ്യുകയും മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്തോളൂ എന്ന് കോൺഗ്രസ്സുകാരോട്, സാമാജികരോട്, MP-മാരോടും MLA-മാരോടും പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. അതുകൊണ്ട് മനസാക്ഷി എന്ന് പറയുന്നത്, മനസാക്ഷി വോട്ടും മനസാക്ഷി യാത്രയും ഒക്കെ കോൺഗ്രസിന് പുത്തരിയൊന്നുമല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കത്തിന് പള്ളി സംരക്ഷണം എന്ന കത്തിനെ ഗോവിന്ദ് വല്ലഭ് പന്ത് പുറങ്കാലിനടിച്ചത് കോൺഗ്രസ്സുകാരനാണ്. ഇവിടെ 89 ശിലാന്യാസം, 92 പള്ളി പൊളിച്ചപ്പോൾ ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇതിനുവേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത, അല്ലെങ്കിൽ എന്താണ് ആദ്യത്തെ ഒരു കർഷകൻ വേണമെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി എന്ന് പറയാം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പെട്രണൈസ് ചെയ്യാം. കോൺഗ്രസ് വേണമെങ്കിൽ അതിനെ പെട്രണൈസ് ചെയ്യാം. മോഹൻ വർഗീസ് അതിലൊക്കെ പോകുമെന്ന് അറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശരി, ശിവരാജ് ഗോകുൽ, ഇത് BJP-യുടെ പക്ക പൊളിറ്റിക്കൽ പ്ലാനായി മുന്നോട്ട് പോകാൻ പോകുന്നു. അവിടെ ഈ പറഞ്ഞ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ദൃശ്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാകാൻ പോകുന്നു. അത് BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണത്തിൻ്റെ വർണ്ണാഭമായ കിക്ക് സ്റ്റാർട്ടിംഗ് ആകാൻ പോകുന്നു.
അവിടെയും കൊണ്ട് നിൽക്കുന്നില്ല. അതിനുശേഷം ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ 548 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും 5000 പേരെ വീതം രാംദർശന് വേണ്ടി കൊണ്ടുപോകാൻ BJP മുൻകൈ എടുക്കുന്നു. അങ്ങനെ മൊത്തം 2.5 കോടി ആളുകളെ ലോക്സഭാ ഇലക്ഷന് മുൻപ് രാമക്ഷേത്രത്തിലേക്ക് പോയി പൂജ നടത്തി അതിൻ്റെ അതിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ, BJPക്ക് അതിൻ്റെ പങ്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ BJPയുടെ പാർട്ടി സംഘടനാപരമായി ആലോചിക്കുകയാണ്. അപ്പോൾ യുവരാജ് ഗോകുൽ അത് BJPയുടെ രാഷ്ട്രീയ പരിപാടിയാണ്. ആ രാഷ്ട്രീയ പരിപാടിയിൽ കോൺഗ്രസ് വരുന്നതോടുകൂടി നിങ്ങൾക്ക് മൊത്തത്തിലെടുക്കാവുന്ന ക്രെഡിറ്റ് അവരങ്ങ് കുറച്ചെടുക്കും എന്ന ഭീതിയുണ്ടോ യുവരാജ് ഗോകുൽ? അല്ല, കോൺഗ്രസ് അവിടെ പറയുന്നതിന് ഞങ്ങൾക്ക് എന്താണ് വിരോധം? കോൺഗ്രസ്സുകാർക്കെന്നല്ല, അവിടെ CPMകാർക്കും സമാജ്വാദി പാർട്ടിക്കാർക്കും ബഹുജൻ സമാജ്വാദി പാർട്ടിക്കാർക്കും ആർക്ക് വേണമെങ്കിലും വരാം. കാരണം അതൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ വിശ്വസിക്കുകയും ശ്രീരാമന് മുന്നിൽ വഴിപാടുകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവിടെ പ്രാർത്ഥന നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആർക്ക് വേണമെങ്കിലും അവിടെ വരാവുന്നതല്ലേ ഉള്ളൂ. അതിനിപ്പോൾ BJP എന്തിനാണ് കോൺഗ്രസിൻ്റെ വരവിനെ ഭയക്കുന്നത്? BJPക്ക് എന്താണ് ഭയം? എനിക്ക് മനസ്സിലായില്ല ഹാഷ്മി, അതിൻ്റെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം BJP എന്തിനാണ് ഭയക്കുന്നതിനെ? അല്ല എന്താണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ BJPക്ക് ഒരു കൺസേണും ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് V മുരളീധരൻ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് V മുരളീധരൻ എന്ന് ചോദിക്കുന്നത്? എന്താണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ കഴിയുന്നില്ല? അത് നിലപാട് പ്രഖ്യാപിക്കട്ടെ ശ്രീ യുവരാജ് ഗോകുൽ. എങ്കിൽ മുസ്ലിം ലീഗിലേക്ക് അങ്ങ് ലയിക്കുമെന്ന് പറയുകയാണ്. മുസ്ലിം ലീഗ് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകരുതെന്ന്. സർ, മുസ്ലിം ലീഗ് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകരുതെന്ന്. അപ്പൊ അതിൽ മുതലെടുപ്പാണെന്ന ലക്ഷ്യം യുവരാജ് ഗോകുൽ. അല്ല, അതിനകത്ത് കാരണമുണ്ട്. എന്താണ് കാരണം? K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താണ് നിലപാടെടുത്തിരിക്കുന്നത്? അവിടെ പോകാൻ പാടില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. സമസ്തയാണ് ഇവിടെ വരെ വിരട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാലുവെക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് വിരട്ടിയിരിക്കുന്നത് സമസ്തയാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, അവിടെ ബാബറി മസ്ജിദിന് പകരമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു 5 ഏക്കർ സ്ഥലത്ത് ഒരു പള്ളി പണിയുന്നുണ്ടല്ലോ, അവിടെ കോൺഗ്രസ് നേതാക്കൾ പോകുന്ന സമയത്ത് എന്തായിരിക്കും ഇവരുടെ എല്ലാവരുടെയും നിലപാട്? ലീഗ് വിലക്കുമോ? CPM വിലക്കുമോ? സമസ്ത ഭീഷണിപ്പെടുത്തുമോ? കോൺഗ്രസ് എന്തായിരിക്കും നിലപാടെടുക്കാൻ പോകുന്നത്? ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി പോവോ യുവരാജ് ഗോകുൽ? പ്രധാനമന്ത്രിയെ ക്ഷണിച്ചാൽ അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് അദ്ദേഹം നിലപാടെടുക്കുമായിരിക്കും. ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു വിഷയമാണ് അത്. പ്രധാനമന്ത്രി പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മതേതര രാജ്യത്ത് പറയാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്? മതേതര രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി അല്ല രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യ കാർമ്മികനാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ നിൽക്കേണ്ടത് ഒരു മതേതര രാജ്യത്തെ പ്രധാനമന്ത്രി അല്ല എന്നാണ് P ജയരാജൻ്റെയും ഡോക്ടർ മോഹൻ വർഗീസിൻ്റെയും വാദം. ശ്രീരാജ് ഗോകുൽ, അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ മുൻനിരയിൽ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അവിടെ സുപ്രീം കോടതി വിധി പ്രകാരം വരുന്ന പള്ളിയുടെ മുൻനിരയിലും പ്രധാനമന്ത്രി ഉണ്ടാകണം. അതുണ്ട് എന്ന് പറയാൻ കഴിയില്ല യുവരാജ് ഗോകുലിനും BJPക്കും. അല്ല, പള്ളിയുടെ പണി പൂർത്തിയായിട്ടില്ലല്ലോ. പള്ളിയുടെ പണി പൂർത്തിയായി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പിന്നെ അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയല്ല. അദ്ദേഹം എന്തിനാണ് പള്ളിയിൽ പോകേണ്ടത്? അപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അദ്ദേഹം പള്ളിയിൽ പോകേണ്ടതായിട്ടുള്ള കാര്യം വരുന്നുള്ളൂ. ഒരു അവിശ്വാസിയെ പള്ളിയുടെ അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതം അനുസരിച്ച് ഒരു സുന്നി പള്ളിക്കകത്ത് സാധിക്കുമോ ഹാഷ്മി? ചോദിക്കുന്ന ചോദ്യത്തിനൊരു സെൻസ് ഉണ്ടാവണ്ടേ? അദ്ദേഹം അവിടെ പോയിട്ട് പ്രാർത്ഥന നയിക്കുകയാണോ വേണ്ടത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എങ്ങനെയാണ് പറയാ? അല്ല, അത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറഞ്ഞ യുക്തി വെച്ചാണെങ്കിൽ പ്രധാനമന്ത്രി സുപ്രീം കോടതി വിധി പ്രകാരമുള്ള ക്ഷേത്രത്തിന്റെ പരിപാടിയിലേക്ക് പോവുകയാണെങ്കിൽ അതേ സുപ്രീം കോടതി വിധി പ്രകാരം ഉയരാൻ പോകുന്ന പള്ളിപ്പരിപാടിയിൽ പ്രധാനമന്ത്രി പോകണം അല്ലേ യുവരാജ് ഗോകുൽ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണോ അദ്ദേഹം പോകേണ്ടത്. അദ്ദേഹം മതപരമായ ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ആദ്യമായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം ആദ്യമായിട്ടല്ലോ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി. അദ്ദേഹം കാശിയിൽ പോയില്ലേ? അദ്ദേഹം ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പോയില്ലേ? അദ്ദേഹം എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിരിക്കും. അദ്ദേഹം വൈഷ്ണവ ദേവിയിൽ പോയില്ലേ? അദ്ദേഹം എത്രയോ അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്കല്ലേ അദ്ദേഹത്തിന് പോകാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ആ വിശ്വാസത്തിന്റെ ഭാഗമല്ലാത്തൊരു സ്ഥലത്തേക്ക് അദ്ദേഹം എങ്ങനെയാണ് പോവുക? ആ ചോദ്യത്തിന് തന്നെ എന്താണ് പ്രസക്തി ഇരിക്കുന്നത്? അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ശരി, ഒരു മുസ്ലിം പള്ളി പണിയുന്നിടത്ത് അദ്ദേഹം ഹിന്ദുമത വിശ്വാസിക്കൊപ്പം ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും മുസൽമാന്റെയും ഒക്കെ പ്രധാനമന്ത്രി കൂടിയാണ് സർ. അങ്ങനെ ഒരു പദവി കൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിക്കുന്നുണ്ട്.
അദ്ദേഹം ഹിന്ദുമത വിശ്വാസിയും ഹിന്ദുമത ആചാരങ്ങൾക്ക് മാത്രം പോകുന്ന ആൾ മാത്രമല്ല. അങ്ങനെ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അതുകൂടി ബിജെപിയും യുവരാജ് ഗോകുലും ഇടയ്ക്ക് നോക്കണം. പാഴ്സിയുടെയും ജൂതന്റെയും പ്രധാനമന്ത്രി തന്നെയാണ് എന്ന് കരുതി അദ്ദേഹം ഇവിടെ എല്ലാം പോയി അദ്ദേഹം അവരുടെ എല്ലാ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അവരുടെ പ്രാർത്ഥന വികസിക്കണം എന്നാണോ പറയുന്നത്? സാർ, എല്ലാ പള്ളികളിലേക്കും പോകണമെന്നല്ല പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പ്രധാനമന്ത്രി പോകണമെന്ന് പറയുകയല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. സാർ, എന്റെ ഒരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് അവിടെ രാഷ്ട്രീയം ഉപയോഗിക്കേണ്ട. സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഈ ക്ഷേത്രവും പള്ളിയും ഉണ്ടാകുന്നത് അല്ലേ? പള്ളി താണ്ട് എന്തോ മെയ്യിൽ പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം എന്താണ് ആ പള്ളിപ്പണി പൂർത്തിയാക്കിയ ശേഷം പള്ളിയിൽ കയറാതെ, ഇനിയിപ്പോൾ സുന്നി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ കയറാതെ ഉദ്ഘാടന ചടങ്ങ് പുറത്ത് സംഘടിപ്പിക്കാമല്ലോ. അതൊരു നല്ല രാഷ്ട്രീയ സന്ദേശമാവില്ലേ യുവരാജ് ഗോകുൽ? അപ്പൊ അതിന് മറുപടി പറയാൻ തൽക്കാലം താങ്കൾ കഴിയില്ല. ഞാൻ ശരി, അദ്ദേഹം പോകുന്നത് ഞാൻ പറയുന്നത് പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി പള്ളിക്കകത്ത് കയറി എന്ത് പറ്റാനാണ്? ഇനി പള്ളിക്കകത്ത് പ്രധാനമന്ത്രി എന്ത് പറ്റാനാണ്? ശരി, അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വാസം ശരി, അതിന് അങ്ങനെ മറുപടി പറയാൻ കഴിയില്ല. ശരി 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 ഓക്കെ 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 സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ അമീൻ ഹസൻ ഇവിടെ സമസ്ത മുഖപത്രത്തിലൂടെ കോൺഗ്രസിനെ വിരട്ടുകയാണ്. പള്ളി പൊളിച്ചെടുത്ത് നിങ്ങൾ കാലുകുത്തുവോ എന്ന് വിരട്ടുകയാണ്. വി മുരളീധരൻ പറയുകയാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത കോൺഗ്രസെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാത്ത എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ലീഗിൽ അങ്ങ് ലയിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിൽ ഒരു ദേശീയ പാർട്ടി ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ വേരുകളുള്ള അവിടുത്തെ കാര്യങ്ങൾ കൂടി നോക്കണം. ഇപ്പോൾ ഇന്ന് മുസ്ലിം കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന് പല പ്രശ്നങ്ങളുണ്ടാകും, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചൊരു ഒരു സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള അവകാശം ആ പാർട്ടിക്കുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടല്ലോ. ശ്രീ അമീൻ ഹസൻ, എല്ലാവരും കൂടി വളഞ്ഞിട്ട് വേട്ടയാടാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ ഈ വിഷയത്തിൽ? ഹഷ്മി, എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി വിധിക്ക് ശേഷം അല്ലെങ്കിൽ അയോധ്യയിൽ ക്ഷേത്രം പണിഞ്ഞതിന് ശേഷമല്ല ഇന്ത്യയിൽ രാഷ്ട്രീയം ഉണ്ടായത്. അവിടെ നിന്നല്ല ഈ ചർച്ച തുടങ്ങേണ്ടത് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചരിത്രപരമായി എന്താണ് അയോധ്യയിൽ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്നത് കോൺഗ്രസ് ആലോചിക്കണം എന്നാണല്ലോ കോൺഗ്രസിനെ കുറിച്ചുള്ള നമ്മുടെ വിമർശനം. ഇവർക്ക് എത്ര കിട്ടിയിട്ടും ഇത് മതിയാവുന്നില്ലേ എന്നതാണ് ചോദ്യം. ഹാഷ്മിയുടെ തുടക്കത്തിലുള്ള പി ജയരാജനോടുള്ള ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഹാഷ്മി ചോദിക്കുന്നത് 4 വോട്ടിന് വേണ്ടി എന്ന് പറയുമ്പോൾ 4 വോട്ട് പ്രധാനമാണ് എന്നാണ്. 4 വോട്ട് കിട്ടുമോ ഹാഷ്മി? ഇങ്ങനെ BJPയുടെ ഒരു ബി ടീമാകുന്ന ഒരു രാഷ്ട്രീയമാണോ ഡോക്ടർ മോഹനകൃഷ്ണൻ പറയുന്നത് പോലെ കോൺഗ്രസിന് വ്യക്തിപരമായി 2 നിലപാടുകളാവാം ആളുകൾക്ക് എന്ന് പറയുന്നു? ഒരാൾക്ക് ഒരേ സമയം ഒരു ഹിന്ദുത്വ പ്രൊജക്ടിന്റെ ഭാഗമായി മാറാനും ഒരു തികഞ്ഞ മതേതരവാദിയാണ് എന്ന് പറയാനും കഴിയുമോ? ഒരേ സമയം ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതലത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനും അതേസമയം ഞങ്ങൾ മതേതര കക്ഷിയാണ് എന്ന് പറയാനും കഴിയുമോ? ഇപ്പൊ ചരിത്രത്തിലെ മുറിവുകളിലേക്ക് നമ്മൾ നിരന്തരം നോക്കിയിരുന്നിട്ട് എന്താണ് കാര്യം? അവിടെ ഒരു മുറിവുണ്ടായി, അവിടെ പല അനീതികളുണ്ടായി, അനീതികൾ കൂടി കടന്നു വന്ന് ഒരുപാട് ചോരപ്പുഴ ഒഴുകി, രഥയാത്ര കടന്നുപോയ വഴികളിലൊക്കെ നൂറുകണക്കിന് മനുഷ്യരുടെ ചോര ഒഴുകി. അതിനുശേഷം ഒരുപാട് ബ്ലഡ് ബാത്ത് പിന്നെയും ഉണ്ടായി, നിരവധി സംഘർഷങ്ങളുണ്ടായി, നിരവധി സ്പർദ്ധകളുണ്ടായി. സുപ്രീം കോടതിയിലേക്ക് എത്തി. സുപ്രീം കോടതി തന്നെ പറയുന്നു അതിൽ അനീതികൾ എണ്ണി സുപ്രീം കോടതി പറഞ്ഞ പ്രശ്നപരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു ക്ഷേത്രം, ഒരു പള്ളി എന്നതിലേക്ക് സുപ്രീം കോടതി ഒരു വിധിയിലേക്ക്, അതിന് ന്യായവിധി എന്ന് പോലും പലരും പറഞ്ഞില്ല, പക്ഷേ ഒരു വിധിയിലേക്ക് എത്തുന്നു. അന്ന് ആ ദിവസം ഈ രാജ്യത്തെ മുസ്ലിം സംഘടനകൾ സ്വീകരിച്ച നിലപാട് എന്താണ്? അമീൻ ഹസൻ, ഞങ്ങൾക്ക് വേദനയുണ്ട് പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയല്ലേ? പിന്നെയും നമ്മൾ അതിലേക്ക് നോക്കി ഇങ്ങനെ നോക്കിയതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ശ്രീ അമീൻ ഹസൻ, 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, വസ്തുതാപരമായി താങ്കൾ പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. മുസ്ലിം സംഘടനകളുടെ നിലപാട് ആ 5 ഏക്കർ ഭൂമിയിൽ പള്ളി ഉണ്ടാക്കാമെന്നല്ല. ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീം കോടതി അനുവദിച്ച 5 ഏക്കർ ഭൂമി ഞങ്ങൾ തിരസ്കരിക്കുന്നു എന്ന് കൂടിയായിരുന്നു. അതും കൂടി ചേർത്ത് വേണം ഹാഷ്മി അതിനെ മനസ്സിലാക്കണം. ഒന്നാമത്, ഞാനതിനെ വൈകാരികമായോ രാഷ്ട്രീയമായോ പോലും സമീപിക്കുന്നില്ല. പ്രായോഗികമായി ആലോചിക്കാം ഹാഷ്മി. കമൽനാഥ് കുറെ പയറ്റി നോക്കിയല്ലോ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം. എന്നിട്ട് എവിടെ കോൺഗ്രസ് ജയിച്ചോ? 2002 ഗുജറാത്ത് ഈ രാജ്യം ഭരിച്ചല്ലോ. അമീൻ ഹസൻ, മധ്യപ്രദേശ് തോറ്റു എന്ന് കരുതി കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ എത്ര ഗണ്യമായ കുറവുണ്ടായോ? ഈ രാഷ്ട്രീയം പയറ്റിയ സർ, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലൂടെ വോട്ടെണ്ണി നോക്കിയാൽ BJPയേക്കാൾ 9 ലക്ഷം വോട്ട് കൂടുതൽ കോൺഗ്രസിനാണ്. അപ്പോഴും സർ, അവർക്കവിടെ വേരുകളുണ്ട്, അവർക്കവിടെ കൺസേൺസ് ഉണ്ട്. അത് നോക്കാതെ ഒരു കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? ഹഷ്മി പല സ്ഥലത്ത് പോവാണ്. ഞാൻ പറയുന്നതൊന്ന് പൂർത്തിയാക്കിയിട്ട് ഹഷ്മി ചോദിച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതായത് തെലങ്കാനയിലെ വോട്ട് കൂടി എണ്ണി 9 ലക്ഷം വോട്ടിന്റെ കൂടുതലുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല.
കോൺഗ്രസിന് വോട്ട് കിട്ടണമെന്നും കോൺഗ്രസ് ജയിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത്. പ്രായോഗികമായ പ്രശ്നം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഹിന്ദുത്വ ബി ടീം ആയതുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വിജയിക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കൂടി അനുഭവങ്ങളെ മുൻനിർത്തി നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ അവർ പയറ്റിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾ ആരാണ് എന്നതാണ് അയോധ്യയിൽ ക്ഷേത്രം പണിയുമ്പോൾ നരസിംഹറാവുവിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ ചരിത്രം നമ്മൾ ഓർത്താൽ ചരിത്രപരമായി കോൺഗ്രസ് ചെയ്ത അനീതിക്ക് മുകളിൽ പടർന്നു പന്തലിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു സിമ്പലായി അയോധ്യയിൽ ക്ഷേത്രം പണിയുമ്പോൾ അവിടെയും ചെന്നിട്ട് ഞങ്ങളതിൽ പങ്കെടുക്കുന്നു വ്യക്തിപരമായിട്ടാണ് എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയമില്ലാത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസോ ഇന്ത്യയിലെ മതേതര കക്ഷികളോ അധികാരത്തിൽ തിരിച്ചു വരും എന്ന് വിചാരിക്കാൻ മാത്രം പമ്പര വിഡ്ഢികളാണോ നമ്മൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇന്ത്യയിൽ BJPയെ പരാജയപ്പെടുത്താൻ 2 സാധ്യതകളല്ലേ ഹാഷ്മിയുള്ളൂ. ഒന്ന്, ശക്തമായ മതേതര നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ അതിനുവേണ്ടി അണിനിരത്തുക. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ വോട്ട് ബാങ്ക് നമ്മൾ പരിശോധിച്ചാൽ, അവരുടെ വോട്ട് ഷെയർ നമ്മൾ പരിശോധിച്ചാൽ BJPക്കുള്ളതിനേക്കാൾ 10 മടങ്ങ് വോട്ട് ഷെയർ ഉണ്ടായിരിക്കെ എന്തിനാണ് ഒരു മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധ്യമാവാതെ വരുന്നത്? അങ്ങനെയൊക്കെ വൈകാരികമാകുമ്പോൾ പോലും, അങ്ങനെയൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പോലും, നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ പോലും അതിന് ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയം പയറ്റാനുള്ള യാഥാർത്ഥ്യബോധം ഈ പറഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട് അമീൻ ഹസൻ. അത് BJPക്ക് ഓശാന പാടലല്ല, അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒത്താശ പാടലല്ല. ഒരു കാലത്തും ആണെന്ന് ഞാൻ പറയുന്നില്ല. ഈ രാഷ്ട്രീയം തെറ്റാണെന്നും ഈ രാഷ്ട്രീയം തലതിരിഞ്ഞ രാഷ്ട്രീയമാണെന്നും പ്രായോഗികമായി കോൺഗ്രസ് തിരിച്ചു വരികയില്ലെന്നുള്ള പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഒരു വശത്ത് നിങ്ങൾ ഹിന്ദു യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പോളറൈസേഷൻ പ്രൊജക്റ്റിനെതിരെ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും മറുവശത്ത് അവരുടെ ഹിന്ദു യൂണിഫിക്കേഷൻ പ്രൊജക്റ്റുകൾക്ക് വിനീത വിധേയരായി ശബ്ദം പോലുമില്ലാത്ത ക്ഷണിതാക്കളായി ആ സന്നിധത്തിൽ പോയി കിടക്കുകയും ചെയ്യുകയും ആ പള്ളിയിൽ നരേന്ദ്രമോദി പോകില്ല എന്നാണോ ഹാഷ്മി വിചാരിക്കുന്നത്? ചിലപ്പോൾ പള്ളിയിലും നരേന്ദ്രമോദി പോയി എന്ന് വരും. പക്ഷേ ഇതിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പറയാൻ, മതേതര രാഷ്ട്രീയം പറയാൻ, വി മുരളീധരനെ കുറിച്ച് ഇപ്പോൾ BJPയുടെ സുഹൃത്ത് പറഞ്ഞല്ലോ. എന്താണ് വി മുരളീധരൻ പറയുന്നത്? വി മുരളീധരൻ പറയുന്നത് ഇഫ്താറിന് പങ്കെടുക്കുന്ന കോൺഗ്രസിന് എന്താണ് ക്ഷേത്രത്തിൽ വന്നൂടെ എന്നാണ്. സ്റ്റേറ്റിന് രാഷ്ട്രീയമില്ലെന്ന് പറയുകയും സ്റ്റേറ്റിന് മതമില്ലെന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതൊരു മതചടങ്ങായി, ഒരു സവർണ മതചടങ്ങായി മാറ്റി തീർക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുന്നു. ഇഫ്താർ പാർട്ടികളിൽ നിന്ന് പ്രധാനമന്ത്രി വിട്ടുനിൽക്കുകയും ഇഫ്താർ പാർട്ടികൾ BJP തിരസ്കരിക്കുകയും പാർലമെന്റിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാലം മുതൽ, ഭരണഘടനാ അസംബ്ലിയുടെ കാലം മുതൽ മുസ്ലിം MP-മാർക്കുണ്ടായിരുന്ന നമസ്കാരത്തിനുള്ള ഇടവേള റദ്ദാക്കിക്കൊണ്ട് ഇത് മതപരമായ ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സെക്യുലറിസത്തിന്റെ കാഴ്ചപ്പാടിനെ തകർക്കുന്നതിനെതിരെ ശബ്ദം ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസിന് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല എന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ശ്രീ P. ജയരാജൻ, ഇവിടെ BJPയിൽ NDA ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയ ശതമാനം 39%. അപ്പോൾ ബാക്കി മൊത്തം ഇപ്പോൾ അമേരിക്കൻ രീതിയിൽ ടു പാർട്ടി സ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പോഴും ഈ രാജ്യം സംഘവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ടു പാർട്ടി ആണെങ്കിൽ അപ്പുറത്തേക്കാണ് ബഹുഭൂരിപക്ഷ ശതമാനം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോഡി പറയുന്നത് അത് 50% മുകളിലേക്ക് ഉയർത്തണം. അതിലേക്കുള്ള വഴി അയോധ്യയാണെന്ന് പ്രത്യക്ഷമായി പറയുന്നില്ലെങ്കിലും അതുതന്നെയാണ് BJPയുടെ വഴി എന്ന് വ്യക്തമല്ലേ? അപ്പോൾ കോൺഗ്രസിന് ഈ പറഞ്ഞ 39% ബാക്കിയുള്ള അവരുടെ കയ്യിലുള്ള വോട്ടുകൾ നഷ്ടപ്പെടുന്നതിന് കാരണമായി പോകരുത് ഈ അയോധ്യ എന്ന് ആശങ്കപ്പെടാനുള്ള അവകാശമില്ലേ ശ്രീ P. ജെ? ഇവിടെ കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും CPM-നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഇവിടെ രാജ്യത്തിനെന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ് എല്ലാ പൗരന്മാരും ഉന്നയിക്കേണ്ട വിഷയം, എല്ലാ ജനാധിപത്യവാദികളും. ഇവിടെ ഹാഷ്മി ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുള്ള ആരോഗ്യം ഇന്ത്യക്കുണ്ടോ, ഉത്തരേന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ JDU എന്ന് പറയുന്നൊരു പാർട്ടി ബീഹാറിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ അവരുടെ രാഷ്ട്രീയം പ്രധാനമായിട്ട് നിൽക്കുന്നത്. അവരിതിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞല്ലോ.
അല്ല ജെ ഡി യു ഏറ്റവും യഥാർത്ഥത്തിൽ ഈ അല്ലല്ല ഇപ്പൊ പറഞ്ഞു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒറ്റപ്പെട്ടതായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. അല്ല വിജയ്, ജെ ഡി യു ഇന്ന് നേരത്തെ ഏറ്റവും ഒടുവിൽ പറയുന്ന ക്ഷണം ഈ കിട്ടിയാൽ സുപ്രീം പങ്കെടുക്കുന്നതാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അയോധ്യയിലേക്ക് വന്നല്ലോ. എവിടെ? അല്ല ജെ ഡി യു ഏറ്റവും ഒടുവിൽ ഇന്ന് പറയുന്നത് ക്ഷണം കിട്ടിയാൽ പങ്കെടുക്കുന്നതാണ് അവരുടെ വക്താവ്. അതെ ഞാൻ പറയുന്നത് അവരാദ്യം പറഞ്ഞത് എന്താ, ഞാനിപ്പം പിന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്തോ ആവട്ടെ, ആര് അല്ല ആ ക്ഷണം കിട്ടിയാൽ ആര് പങ്കെടുക്കുമെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇത് ഒറ്റപ്പെട്ട കാര്യമാണോ? ഹാഷ്മി ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള ചോരക്കളി ഇനിയും ആവർത്തിക്കണമോ എന്നതാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുന്നു എന്ന് സാങ്കല്പികമായിട്ട് കരുതുക, എന്നാൽ ഇതൊക്കെ അവസാനിപ്പിക്കുമോ? അത് കൃത്യമായിട്ട് സംഘപരിവാരത്തിൻ്റെ ഓരോ പടവാണ്. ആ പടവുകൾ തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും കഴിയും. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ശിലയിടൽ ചടങ്ങ് നടത്തിയല്ലോ, സുപ്രീം കോടതി വിധിക്ക് ശേഷമാണല്ലോ ശിലയിടൽ ചടങ്ങ് നടത്തിയത്. അതാരാണ്? നരേന്ദ്രമോദി. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട്, അവിടെയൊക്കെ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടത്തുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റാണോ പ്രതിഷ്ഠ നടത്താറ്? മുനിസിപ്പൽ ചെയർമാനാണോ? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന് ശിലയിടാൻ വേണ്ടി പോകുന്നു. അത് ആചാരമനുസരിച്ച് പുരോഹിതന്മാരല്ലേ നടത്തേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട മുന്നോട്ട് വെച്ച് അത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും പരിശ്രമിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള സംഘപരിവാരത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ ഈ അയോധ്യയിലെ ഈ പറയുന്ന സ്ഥലത്ത് രാമക്ഷേത്ര നിർമ്മാണം മാത്രമല്ല, UP-യിലെ ചില മുസ്ലിം ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു, അത് കൈയടക്കുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ രാജ്യത്തിൻ്റെ അധികാര കസേരയിൽ ഒരു ഫാസിസ്റ്റ് ആധിപത്യം കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമല്ലോ. ഈ രാജ്യത്തിലെ പ്രഥമ പൗരൻ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ആ രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് മോദി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ടുള്ള സൂചനകളാണ്. അത് തിരിച്ചറിയാൻ ഏത് കുഞ്ഞുകുട്ടിക്കും കഴിയണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യം, ഒരു നിയമം, ഒരു നേതാവ്, ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർക്കാനുള്ള ഓരോ പടവുകളും മുന്നോട്ട് പോകുന്ന അവസരത്തിൽ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടി അതൊക്കെ തിരിച്ചറിയണ്ടേ? തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കണം. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 വോട്ടിനേക്കാളും പ്രധാനമാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്നത് പ്രധാനമാണല്ലോ. രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയാണ് ഇപ്പോൾ ഈ രാജ്യത്ത് അധികാരത്തിലുള്ളത്. അവരിപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ത്യ എന്നത് ഇനി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ പുതിയ രൂപത്തിൽ ചരിത്രം പഠിപ്പിക്കണം, ചരിത്രമല്ല ഐതിഹ്യങ്ങൾ ചരിത്രമായിട്ട് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടൊരു അജണ്ടയായി തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ, അതിനെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ BJP-യുടെ ഭരണത്തെ പുറത്താക്കാനാവൂ. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട സംഭാവന നൽകേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോഴും ശങ്കയോടുകൂടി നിൽക്കുകയാണ്. ഇതാണ് രാജ്യത്തിലെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടാവസ്ഥ. അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതാക്കന്മാർക്കാവുന്നില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ കമൽനാഥൊക്കെ ഇത്തരമൊരു മൃദു ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചിട്ട് അവർക്ക് ഭരണം കിട്ടിയില്ലല്ലോ, വിജയമുണ്ടായില്ലല്ലോ. അപ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി രാജ്യത്തിലെ ജനാധിപത്യവും മതനിരപേക്ഷയും സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി, ആശയ വ്യക്തതയോടുകൂടി, ആദർശം പണയം വെക്കാതെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയത്തിനാണ് ഈ രാജ്യത്ത് ഭാവി ഉണ്ടാവുക. അത് നാളെ എന്ത് പ്രതികരണം ഉണ്ടാക്കും എന്നതല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജനങ്ങളെയാകെ അണിനിരത്താൻ, അവരുടെ ജീവിതപ്രയാസങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്താൻ ഈ രാജ്യത്തിലെ ഇന്ത്യ എന്ന പൊതുവേദിയിലെ പാർട്ടികൾ തയ്യാറാവുമോ ഇല്ലയോ, അതാണ് ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ വേണ്ടി പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് സ്വീകരിക്കാൻ കോൺഗ്രസ് ഇല്ലല്ലോ. ഡോക്ടർ മോഹൻ വർഗീസ്, 49-ൽ നിങ്ങളുടെ കൺഫ്യൂഷൻ, 82-ൽ നിങ്ങളുടെ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൺഫ്യൂഷൻ, 92-ൽ നരസിംഹറാവുവിന്റെ ഉറക്കം, ആ വഴിയിൽ കൂടി, ആ വെട്ടിയ വഴിയിൽ കൂടി അദ്വാനിയുടെ രഥയാത്ര, BJP അധികാരം പിടിക്കുന്നു, അധികാരം പിടിച്ച് ഘട്ടം ഘട്ടമായി 200 നിന്ന് 200 സീറ്റിലേക്ക്, പിന്നീട് അത് പടർന്നു പന്തലിച്ചൊരു ഒരു വൻ വൃക്ഷമായി രാജ്യത്തിന് മുന്നിൽ നിൽക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരത് എന്ന ഒരു ഹിംസാത്മക മുദ്രാവാക്യം മുന്നോട്ട്, കോൺഗ്രസെ തീർത്തുകളെ എന്നുള്ളതാണല്ലോ ആ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. അങ്ങനെ നിൽക്കുമ്പോഴും ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ ട്രാപ്പിൽ വല്ലാതെ പെട്ടുകിടക്കുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ ദുർവിധി അല്ലാതെ എന്തു പറയാൻ ഡോക്ടർ മോഹൻ വർഗീസ്? ഹാഷ്മി, ദുർവിധി എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അങ്ങനെയാണ്, എന്ത് ചെയ്താലും പിഴയ്ക്കുന്ന അവസരമാണ്.
ഈ കഴിച്ചിട്ടിറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. അതൊരു വൈതരണിയാണ്. അത് എങ്ങനെ അതിജീവിക്കുമെന്നതാണ് വിഷയം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഞാൻ തുടരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, BJP ഇതര NDA ഇതര ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ. അത് 39% മാത്രം വരുന്ന NDA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെയെങ്കിൽ 61% NDA ഇതര വോട്ടാണ്. അതിൽ സ്വതന്ത്രന്മാരുണ്ടാകാം, റിബലുകളുണ്ടാകാം, ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുണ്ടാകാം, മറ്റുള്ളവരുണ്ടാകാം, രണ്ടിടത്തും ചേരാതെ നിൽക്കുന്ന ആളുകളുണ്ടാകാം. ഇത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. ഓർക്കുക, ഒരു വശം വളരെ കൺസോളിഡേറ്റഡ് ആണ്. ഇന്ത്യയുടെ റൈറ്റ് വിങ് പൊളിറ്റിക്കൽ സ്പേസ് വളരെയധികം കൺസോളിഡേറ്റഡ് ആണ്. അത് ഈ സാംസ്കാരിക ദേശീയതയുടെ ചിറകിലേറി രാം ടെമ്പിൾ അതിൻ്റെ ഒത്ത മധ്യത്തിലാണ്. ആ സാംസ്കാരിക ദേശീയതയുടെ മകുട ഉദാഹരണമായി ഭാരതീയ ജനതാ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വയിൽ എടുത്തു കാട്ടുന്ന ഒരു നവ ഫേസാണ്. ശരി, ഇനിയിപ്പോ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം ആ പരിപാടിയിലേക്ക് പോകുമെന്ന് വെക്കൂ. ഇപ്പോൾ എന്താണ് സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസിന്റെ നേതൃനിര ഒന്നാകെ അങ്ങോട്ടേക്ക് പോയി എന്ന് വെക്കൂ. വാട്ട് മേക്സ് ദ ഡിഫറൻസ് ഡോക്ടർ മോഹൻ വർഗീസ്? എന്ന് പറഞ്ഞാൽ ഇതിനുശേഷം BJP ഓരോരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും അവിടെ ദർശനം നടത്താനും എങ്ങനെയൊക്കെയാണ് എന്നാണ് അവർ പറയുന്നത്, ആംപ്ലിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റുകൾ, അതിൻ്റെ വഴികൾ, രഥയാത്രയുടെ വഴികൾ, ഓരോരോ എന്താണ് പ്രതിസന്ധി ചെയ്ത തരണങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് ആ ഭക്തർക്ക്. അത് വോട്ടായി മാറുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. അതിൻ്റെ അടുത്തെത്താൻ കഴിയുമോ കോൺഗ്രസിന് ആ നീക്കത്തിൽ? പിന്നെ എന്ത് കാര്യം? അത് വോട്ടായി മാറുമെന്ന് ഹാഷ്മി, അത് വോട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPയുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ഇത്രയും പേരെ ഇന്ത്യയിലെ 545 നിയോജക മണ്ഡലത്തിൽ നിന്നും ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവരെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു സംവിധായകരെ മാനസികമായി ഒരുക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ജനുവരി 22-ാം തീയതി സംഭവിക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ തന്നെയായിരിക്കണം ആ ഇലക്ഷൻ ലോഞ്ച് എന്ന് പറയുന്നത്. നാളെയാണ് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ലോഞ്ച് വരാൻ പോകുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിനടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു വിമാനത്താവളം, ഇതെല്ലാം ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം നരേന്ദ്രമോദി എന്ന വ്യക്തി എല്ലാ കാര്യങ്ങളും, പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം, ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം, എല്ലാ കാര്യത്തിലും ഒരൊറ്റ വ്യക്തി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരൊറ്റ പൊളിറ്റിക്കൽ സ്പെക്ട്രം, അതാണ് കൺസോളിഡേറ്റഡ് സ്പേസ്. രണ്ടാം വശത്ത്, മറുവശത്ത് നോൺ കൺസോളിഡേറ്റഡ് ഒരു സെൻട്രിസ്റ്റ് ആൻഡ് ലെഫ്റ്റ് സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ ചില വിട്ടുവീഴ്ചകൾ ചെയ്തല്ലാതെ ഒരുമിപ്പിക്കാനാവില്ല എന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു നിലപാടിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇടതുപക്ഷങ്ങളും അല്ലെങ്കിൽ BJP ഇതരരും ഒരു നിലപാടെടുക്കുന്നില്ല കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഓർക്കണം, കഠിനമായൊരു നിലപാടെടുത്താൽ ആ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് സ്പേസിലേക്ക് പോവുകയാണ്. ഒരു സെൻട്രിസ്റ്റ് മൈൻഡുള്ള ആളുകൾക്ക് പല നീക്കുപോക്കുകളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. നമ്മൾ ചോദിക്കാം, 4 വോട്ടിന് വേണ്ടി നിലപാടുകളെ ബലി കഴിക്കാനാവുമോ എന്നൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ 4 വോട്ടാണോ നിലപാടാണോ വലുതെന്ന് ചോദിച്ചാൽ ഭംഗ്യാന്തരമാണ് നമുക്ക് പറയേണ്ടി വരും, നിലപാട് തന്നെയാണ് പ്രധാനം. പക്ഷേ 4 വോട്ടുകൾ ഇല്ല എങ്കിൽ എടുത്ത നിലപാടുകൾ നടപ്പിൽ വരുത്താനുള്ള ശക്തി എവിടെ നിന്ന് ലഭിക്കും? വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ പാർലമെന്റ് ജനാധിപത്യത്തിൽ നമ്പേഴ്സ് വളരെ പ്രധാനം തന്നെയാണ്. 273 MP-മാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവരാനാവില്ല എന്ന് ആർക്കും അറിയാം. അതുകൊണ്ട് എണ്ണം വളരെ പ്രധാനമാണ്. വോട്ടെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആദർശം ഉയർത്തിക്കാട്ടുകയും BJP ഭരിക്കുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുക, ഒരിക്കൽ കൂടെ ചെയ്യുക എന്നതല്ലാതെ INDA മുന്നണിയിലെ കക്ഷികൾക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് പരസ്പരം ഈ ഇടതുപക്ഷങ്ങൾ കോൺഗ്രസിനെ വഴിചാരുകയും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നതിന് പകരം കോൺഗ്രസിന്റെ ഒരു സെൻട്രിസ്റ്റ് സ്പേസ് അനുവദിച്ചു കൊടുക്കുകയും അവർക്ക് അവരുടേതായ രീതിയിൽ നിലപാടുകൾ എടുക്കട്ടെ എന്ന് ഏറ്റവും പക്കമായ കോൺഗ്രസിന് പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് നിലപാടെടുക്കട്ടെ എന്ന നിലപാടാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അങ്ങനെയൊക്കെ എത്താം. ശിവരാജ് ഗോകുൽ എന്താണ് ഗിരിരാജ് കിഷോർ അന്ന് ലിബറാൻ കമ്മീഷൻ കൊടുത്ത മൊഴിയിൽ പറഞ്ഞത് LK അദ്വാനിയും ഈ മൂവ്മെന്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്, രാഷ്ട്രീയ നേട്ടത്തിനാണ്. അങ്ങനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJP ഇതിനെ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് VHP നിലപാടെടുത്താണ്. അന്നേ മുതൽ ഇങ്ങോട്ടേക്കൊക്കെ BJPക്ക് തോന്നാൻ ഒന്നാം തരം രാഷ്ട്രീയം തന്നെയാണ് തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് പൊക്കൂടെ? അതല്ലേ കുറച്ചുകൂടി ജനുവിൻ? ശിവരാജ് ഗോകുൽ, രാമജന്മഭൂമി ഞങ്ങളുടെ പ്രകടന പത്രികയിലുള്ളൊരു വിഷയമാണ്.
അത് BJP സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വിഷയമാണ്, ഐഡിയോളജിക്കലായിട്ടുള്ള വിഷയമാണ്. അതിൽ നിന്ന് ഒരിക്കലും BJP ഷൈ ചെയ്ത് പുറകിലേക്ക് പോയിട്ടുമില്ല. അത് ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അതിൽ പക്ഷേ നമ്മൾ അനാവശ്യമായ വൈകാരിക മുതലെടുപ്പുകൾക്കോ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോ BJPയോ കേന്ദ്ര സർക്കാരോ താല്പര്യപ്പെടുന്നില്ല. പകരം പ്രൊട്ടക്റ്റീവായ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇപ്പോൾ മോഹൻ വർഗീസ് സാറ് പറഞ്ഞതുപോലെ തന്നെ നാളെ അവിടെ ഒരു വിമാനത്താവളം, നാളെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്, വിമാനത്താവളം ഉണ്ടാവുകയാണ്. ആ അയോധ്യയുടെ മുഴുവൻ പിക്ചറും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് ഹാഷ്മി, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നേരമായിട്ട് കുറേ പേര് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഇതിനെല്ലാത്തിനും കൂടി മറുപടി പറയാൻ ഒരു അല്പ ടൈം മാത്രമേ കിട്ടുകയുള്ളൂ. അതിനകത്ത് ദയവ് ഇത് ഇടപെടരുത്. ഒരു സ്റ്റാർ ഹോട്ടൽ പോലും ഇല്ലാതിരുന്ന അയോധ്യയിൽ ഏതാണ്ട് 100 സ്റ്റാർ ഹോട്ടലുകൾക്കുള്ള ആപ്ലിക്കേഷനാണ് ഇതിനോടകം അവിടുത്തെ ഭരണാധികാരികളുടെ മുൻപിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അയോധ്യ പ്രൊഡക്റ്റീവായ ഒരു രാഷ്ട്രീയത്തിലേക്ക് വളരെ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീ P. ജയരാജൻ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് പാർലമെന്റ് മോദി ഉദ്ഘാടനം ചെയ്തു, അത് മോദി ഉദ്ഘാടനം ചെയ്തു, ഇത് മോദി ഉദ്ഘാടനം ചെയ്തു. സാർ, നരേന്ദ്രമോദിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 303 MP-മാരെ കൊടുത്തിട്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയാക്കിയതും ഭരണത്തിലെത്തിച്ചതും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിച്ചിരിക്കുന്നതും. CPM-ന് അത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ പാർലമെന്റിന് ഭരണാധിപതി കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പാർലമെന്റിന്റെ മുന്നിൽ ഒരു ഫ്ലക്സ് കൊണ്ടുവയ്ക്കും. അതാണ് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. വെറുതെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു, ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങ് വന്നിരിക്കുന്ന നേരം മുതൽ ഇവിടെ ഇരുന്ന് നുണ പറയുകയാണ്. അതുപോലെ തന്നെ ഹാഷ്മിയും കോടതി അന്യായ വിധി എന്നാണ്, അന്യായ വിധി എന്നൊക്കെയാണ് പറയുന്നത്. 1980 ഹാഷ്മി അദ്ദേഹം വന്നിരുന്ന നേരം പോലും പറയുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ ഒരു പ്രശ്നമാണെന്ന്. ഇത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ ഒരു പ്രശ്നം അല്ല. അന്യായ വിധി എന്നുള്ള വാക്ക് ഹാഷ്മി ഉപയോഗിച്ചു. ഹാഷ്മി ഇത് പിന്നീട് ഒരിക്കൽ കൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്യായ വിധി എന്ന് പറയുന്നവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പറയുന്നവരുണ്ട്, അന്യായവിധി എന്ന് പറയുന്നവരുണ്ടെന്നാണ് പറയുന്നവരുണ്ട്. ഓക്കെ, അല്ല അതിന് ഞാൻ മറുപടി തരാം. ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ പ്രശ്നമാണോ? അപ്പോൾ 1886 ഫൈസാബാദ് ജില്ലാ കോടതി പുറപ്പെടുവിച്ച വിധി എന്തായിരുന്നു? 1853-55 കാലഘട്ടങ്ങളിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹള എന്തിന്റെ ഭാഗമായിരുന്നു? ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം 1114 മുതൽ 54 വരെയുള്ള കാലഘട്ടത്തിൽ ഗോവിന്ദ് ചന്ദ്ര എന്ന് പറയുന്ന മഹാരാജാവ് അവിടെ ഭരിച്ചിരുന്ന കാലത്ത് ക്ഷേത്രം പണിതു. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൻ്റെതായ രാഷ്ട്രീയമായിരുന്നു. 1528 മുഹമ്മദ് ബാബറുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രം അവിടെ തകർക്കുന്നത് എന്തായിരുന്നു? അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ക്ഷേത്രം തകർക്കുന്നത്. അതെന്താ രാഷ്ട്രീയ ആകുന്നില്ലേ? 1886 മഹന്ത് രഘുബർ ദാസ് അന്ന് ഫൈസാബാദ് ജില്ലാ കോടതിയിൽ പോകുമ്പോൾ ചോദിച്ചതാകെ 350 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് അവിടെ പൂജ നടത്താൻ വേണ്ടിയിട്ട്. മറ്റേ മഹാഭാരതത്തില് ആദ്യം പകുതി രാജ്യം 5 ഗ്രാമം 5 വീട് എന്നുള്ള നിലയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഞങ്ങളുടെ സ്ഥലത്ത് പൂജ നടത്താൻ വേണ്ടിയിട്ട് ഒരു 350 സ്ക്വയർ ഫീറ്റ് സ്ഥലം തരുമോ എന്ന് ചോദിച്ചെടുത്ത് അതുപോലും പറ്റില്ല എന്ന് പറയുകയും ആ വിധി ഹാഷ്മി ഒന്നെടുത്ത് നോക്കി വെക്കണം. എന്താണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്? ഈ ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ മുകളിൽ ക്ഷേത്രം തകർത്ത് പണിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അവിടെ വലിയ കലാപമുണ്ടാകും, അതുകൊണ്ട് അനുമതി നൽകാൻ പാടില്ല എന്നാണ് ഫൈസാബാദ് ജില്ലാ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് അന്യായ വിധികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 2009, 2010 കാലഘട്ടത്തിൽ ഹൈക്കോടതി വിധി വന്നു. UPA സർക്കാരാണല്ലോ ഇവിടെ ഭരിച്ചിരുന്നത്. ആ UPA സർക്കാരിന്റെ ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റ് ഒന്ന് എടുത്ത് നോക്കാമോ? എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യത്തിൽ? ക്ഷേത്രത്തിന്റെ മുകളിൽ തന്നെയാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് ഏത് കാലത്താണ് സംശയം ഉണ്ടായിരുന്നത്? അപ്പോൾ ഇതെങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര കാലത്തെ പ്രശ്നമാണെന്ന് P. ജയരാജൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് ചരിത്രം ഒന്നുകിൽ അദ്ദേഹം വ്യക്തമായി പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചരിത്രത്തിനെ ഇടത് കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു വിഷയമാണ്. പിന്നെ അദ്ദേഹത്തെ ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോളട്ടെ, CPM-കാരെ, നിങ്ങൾ ഗവൺമെന്റ് മതത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയം പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല, ക്ഷേത്ര വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ അതങ്ങ് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു ശബരിമല വിഷയത്തിൽ CPM കാണിച്ചു കൂട്ടിയത്? CPM-ന്റെ രാഷ്ട്രീയ നിലപാട് തന്നെയല്ലേ നിങ്ങൾ ശബരിമല വിഷയത്തിൽ എടുത്തത്? മുമ്പ് വരുന്ന UDF സർക്കാർ എടുക്കുന്ന നിലപാടാണോ നിങ്ങൾ ശബരിമല വിഷയത്തിൽ? നിങ്ങൾ 2007 അച്യുതാനന്ദൻ അതിനുശേഷം ശബരിമല പറയുന്നത് ഞങ്ങളും അല്ല, ഞങ്ങളുടെ നിലപാട് ശബരിമല വിഷയത്തിൽ RSS നിലപാടുണ്ടായിരുന്നു. കോടതി വിധി വന്നപ്പോൾ എന്തായിരുന്നു RSS ആദ്യ പ്രതികരണം? പിന്നീട് സുവർണാവസരം എന്ന് പറഞ്ഞ ആരാണ്? സുവർണാവസരം എന്ന് പറഞ്ഞ ആരാണ്? ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അതൊന്നും ചെയ്യാത്ത എന്തോ മഹത്തുക്കളാണെന്നാണല്ലോ CPM-കാർ അവകാശപ്പെടുന്നത്. CPM-നെ ഞാൻ തിരിച്ചോർമ്മിപ്പിക്കുന്നതാണ്, 2016 നിങ്ങൾ എടുത്ത നിലപാട് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, അതിന് നിങ്ങൾക്ക്
നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നില്ല ഒരു ദേവസ്വം പ്രസിഡന്റ് എന്ന് കണ്ടപ്പോൾ RSS നിലപാടെന്തായിരുന്നു? പ്രസിഡന്റിന്റെ ടേം വെട്ടിക്കുറച്ചു. അന്ന് RSS നിലപാടെന്തായിരുന്നു? RSS നിലപാടെന്തായിരുന്നു? അടിച്ചേൽപ്പിച്ചത് ശബരിമലയിൽ RSSന്റെ ആദ്യ നിലപാടെന്തായിരുന്നു? ഹാഷ്മി, ഞാൻ പറഞ്ഞത് സുവർണാവസരം എന്ന് പറഞ്ഞ ആരാണ്? അതിനെ 10 വോട്ടിനുള്ള വഴിയാക്കിയവർ ആരാണ്? യുവരാജ് പോട്ടെ, നമ്മൾ അതിലേക്ക് സമയമില്ല. സർ, സുവർണാവസരമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശബരിമല വിഷയം 10 വോട്ട് തടുത്തുവിട്ടുള്ള മാർഗമാണോ നോക്കിയത് ആരാണ്? മതപരമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം. അല്ല, സമ്മതിച്ചാൽ മതി. അല്ല, ശബരിമല രാഷ്ട്രീയമാണ്, സമ്മതിച്ചാൽ മതി. ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അവർ ശബരിമലയിൽ രാഷ്ട്രീയമായിരുന്നു എന്ന് BJP വക്താവ് സമ്മതിക്കുകയാണ് കേട്ടോ. ശബരിമലയിൽ നിങ്ങൾ നടത്തിയത് രാഷ്ട്രീയമായിരുന്നു BJP വക്താവ് സമ്മതിക്കുകയാണ്. ഇവരെങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നത്? ശബരിമല തീവയ്പ് കേസിന്റെ റിപ്പോർട്ട് നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ, ടേബിൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഇവർ വന്നത്? ചെയ്തോ? ഇല്ലല്ലോ. അപ്പൊ രാഷ്ട്രീയവും മതവും ഒക്കെ CPM ആവശ്യമുള്ള സമയത്തെടുത്ത് ഒരുപോലെ ഉപയോഗിക്കാം. മറ്റുള്ളവരെന്തെങ്കിലും അതിന്റേതായ രീതിയിൽ പോസിറ്റീവ് വശത്ത് ഉപയോഗിച്ചാൽ മാത്രമേ ശരി എല്ലാ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ ഹാസൻ ഇവിടെ നേരത്തെ PJ പറഞ്ഞ JDUവിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. JDU നിതീഷ് കുമാർ പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ്. ഏറ്റവും ഒടുവിലാണ് എൻ്റെ വക്താവ് പറയുന്നത് എന്താ ക്ഷണം കിട്ടിയാൽ അപ്പോൾ ആലോചിക്കാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോകും എന്ന കാര്യം പറയുന്നത്. JDUവിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നെങ്കിൽ JDUവിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി OBC ആണ്. ഇനി മമതയാണെങ്കിൽ അവിടെ ഒരു എത്തീസ്റ്റ് അല്ലെങ്കിൽ ഒരു എത്തീസ്റ്റ് ടൈപ്പിലുള്ള ലെഫ്റ്റ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇനി മുലായമാണെങ്കിൽ അവിടെ OBC പ്ലസ് മുസ്ലിംസ് ആണ്. അവരൊന്നും നേരിട്ട് ബാധിക്കാൻ പോകുന്നില്ല, ഈ പ്രശ്നം പോകുന്നില്ല എന്ന പരസ്യ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ. ഇപ്പോൾ എന്താണ്, അയോധ്യ മൂവ്മെൻറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരാളുടെ മകനായ ഉദ്ധവ് താക്കറെ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരെയും അങ്ങനെ ബാധിക്കാൻ പോകുന്നില്ല. ശ്രീ അമീൻ ഹസൻ, ഈ മേഖലകളിലൊക്കെ OBC ഉണ്ട്, അതല്ലാത്ത സവർണ ഈ പറയുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിൽ BJPയും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു നേർരേഖയിൽ മാത്രം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വോട്ട് കിടക്കുന്ന കോൺഗ്രസിന് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നില്ല, ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന പ്രചരണത്തെക്കുറിച്ച് ഒട്ടുമേ കൺസേൺ ഇല്ലാതെ നിലപാട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുകയാണോ അമീൻ ഹസൻ? രണ്ട് കാര്യങ്ങൾ ലക്ഷ്മി. ഞാൻ ആദ്യം BJP നേതാവിന് വളരെ ചുരുക്കത്തിൽ ഒരു മറുപടി പറഞ്ഞോട്ടെ. അതായത് പ്രൊഡക്റ്റീവായ രാഷ്ട്രീയമാണ് BJP പയറ്റുന്നതെന്ന് പറഞ്ഞു. 2002 ഗുജറാത്തിലും ഇപ്പോൾ മണിപ്പൂരിലും ആസാമിലും ഇവർ പറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും കർണാടകയിൽ ഹിജാബ് അടക്കം നിരോധിച്ച് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി അതൊരു അന്യായ വിധി തന്നെയായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ ജഡ്ജ്മെൻ്റാണ്. 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ വളരെ കൃത്യമായി 1947 ഓഗസ്റ്റ് 15 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പ്ലീസ്. ആഷ്മി എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഇതിന്റെ ഇടയിൽ ഇത് ശരിയാവും. 1947 ഓഗസ്റ്റ് 15 ശേഷം ഈ രാജ്യത്തുള്ള ഒരു മത വർഷിപ്പ് സെന്ററും ഒരു റിലീജിയസ് സെന്ററും മറ്റൊരു സ്റ്റാറ്റസും അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോഴുള്ള സ്റ്റാറ്റസേ ഉണ്ടാവൂ എന്നുള്ളത് ഈ രാജ്യത്തെ നിയമമാണ്. ആ സകല സിവിൽ നിയമങ്ങളും അട്ടിമറിച്ചാണ് ബാബരി ജഡ്ജ്മെന്റ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഗ്യാൻവാപ്പിയിലും, അവിടെ നിർത്തിയില്ല പ്രൊഡക്റ്റീവായ രാഷ്ട്രീയം, ഗ്യാൻവാപ്പിയിലും ഷാഹി മധുര മസ്ജിദിലേക്കൊക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രൊഡക്റ്റീവായ രാഷ്ട്രീയം ഈ രാജ്യത്ത് കൊണ്ടുവരിക്കുമ്പോഴാണ് വളരെ നോൺസെൻസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. 4 വോട്ട് കിട്ടില്ല ഹാഷ്മി. അയോധ്യയിൽ ഇതപര്യന്തം കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ കൂടിയാണ് കോൺഗ്രസിനെ ഈ കോലത്തിലെത്തിച്ചത്. ഇനിയും അവരത് ആവർത്തിക്കുകയാണ്. മൃദുഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ട് ഒരു കാലത്തും ഗുജറാത്തിലോ ഹിന്ദി ഹൃദയഭൂമിയിലോ UPയിൽ എവിടെയാണ് എല്ലാ കാലത്തും മൃദുഹിന്ദുത്വ രാഷ്ട്രീയം പയറ്റിയിട്ട് രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും ഇന്ദിരാഗാന്ധിയും എല്ലാവരും പയറ്റിത്തെളിഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയാണ് കോൺഗ്രസ് വിജയിച്ചത്? കോൺഗ്രസിന് റൂട്ടിൽ വോട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു മൃദു ഹിന്ദുത്വ നിലപാടുകൾ കൊണ്ട് തിരിച്ചുപിടിക്കാവുന്നതോ കൊണ്ടു നടക്കാവുന്നതായ ഒന്നാണോ? അതോ BJPയുടെ സംഘപരിവാറിന്റെ ഈ രാഷ്ട്രീയത്തെ ഇന്ത്യയുടെ മതേതര നിലപാടുകൾ കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴല്ലേ? എവിടെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷം എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് മുസ്ലിം ലീഗ് പറഞ്ഞതിനെ കുറിച്ച്, സമസ്ത പറഞ്ഞതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ ഭൂമി നഷ്ടപ്പെട്ട മനുഷ്യരില്ലേ, ഈ പള്ളി നഷ്ടപ്പെട്ട മനുഷ്യരില്ലേ, ഇപ്പോഴും ഗ്യാൻവാപ്പിക്ക് വേണ്ടി കേസ് നടത്തുന്ന, വീണ്ടും കേസ് നടത്തേണ്ടി ഇവിടെ ഒരു പുതിയ ജനറേഷൻ ഉണ്ട്. ഇവിടെ ഒരു പുതിയ ജനറേഷൻ മുസ്ലിം കുട്ടികൾ വളർന്നു വരുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം നേടി നല്ല ഉന്നതിയിൽ വളർന്നു വരുന്നുണ്ട്. അവരിൽ എത്ര പേരെ വൈകാരികമായി ബാധിക്കുന്നുണ്ട് അമീൻ? ഈ പറയുന്ന അയോധ്യയും പള്ളിയും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എത്ര പേരെ വൈകാരികമായി ബാധിക്കുന്നുണ്ട്? ആ ഓഡിയൻസിനോട് അഡ്രസ് ചെയ്യേണ്ടത് നമുക്ക്. ഇതൊരു വൈകാരികത. എൻ്റെ പോയിന്റ് വൈകാരികമല്ല ഹാഷ്മി. എൻ്റെ പോയിന്റ് ഭരണഘടനാപരവും നീതിയുടെ ചോദ്യവുമാണ്.
സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ ഉന്നയിച്ച ചോദ്യം അതാണ്. ഈ രാജ്യത്ത് പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ തട്ടമഴിക്കാൻ നിയമമുണ്ടാക്കുമ്പോഴും ഹാഷ്മി ചോദിക്കുകയാണ് പുതിയ തലമുറയുടെ നിലപാട് എന്താണെന്ന്. ഹാഷ്മിക്ക് സംശയമുണ്ടോ? ഹിജാബ് ധരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ഹിജാബ് അയക്കാൻ സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ തട്ടമഴിക്കുന്ന ഭരണകൂടം, അത്തരത്തിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ വംശഹത്യ ചെയ്യുന്ന ഡൽഹിയിൽ മുസഫർ നഗറിൽ ഇങ്ങനെ നിരന്തരമായി വംശഹത്യാ പ്രൊജക്റ്റുകൾ ബുൾഡോസറുകളായി വന്നുകൊണ്ടിരിക്കുമ്പോൾ, UAPA പോലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ, മുസ്ലിം ചെറുപ്പക്കാരെ മുഴുവൻ ജയിലിലടക്കുമ്പോൾ, അരക്ഷിതരാക്കുമ്പോൾ UPയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് ഹാഷ്മി? ഡൽഹിയിലെ മുസ്ലിങ്ങളുടെയും ബീഹാറിലെയും മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് ഹാഷ്മി? ഈ പുതുതലമുറ അവിടെ എത്തുമ്പോൾ ഹാഷ്മി കൊച്ചിയിലേക്ക് തിരിച്ചു വരികയാണോ? അല്ല, ശരിയാണ്. ഈ പറഞ്ഞ UPയിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യങ്ങളുമാണ്. നമ്മുടെ സമയം പൂർണ്ണമാകും. നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. പി ജെ എനിക്ക് 2 വാക്കുകൾ പറയട്ടെ. പി ജെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. പി ജെ 2 വാക്ക്. യെസ് രണ്ട് വാക്ക്. ഇവിടെ BJP പ്രതിനിധി ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങളുടെ കേസ് വിജയിച്ചു. രണ്ടാമത് അദ്ദേഹം ശബരിമലയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, രാജസ്ഥാനിലെ നാഗോറിൽ ഈ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പേ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമാവാം എന്ന് പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്നത് BJPയുടെ പ്രതിനിധി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഞങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്ന് മാത്രമാണ് കേരളത്തിലെ ഗവൺമെന്റും CPM-ഉം ആവശ്യപ്പെട്ടത്. അത് ഞങ്ങൾക്ക് അന്നും നിലപാടുണ്ട്, ഇന്നും നിലപാടുണ്ട്. നിങ്ങളെപ്പോലെ അവസരവാദ നിലപാട് രാഷ്ട്രീയ അജണ്ടയാണ്. എന്തായാലും ഈ വിഷയം അത് വീണ്ടും ഇരിക്കേണ്ടി വരും. കോൺഗ്രസ് നിലപാട് വരാനിരിക്കുന്നു. അത് പോകുന്നു എന്നാണെങ്കിലും പോകുന്നില്ല എന്നാണെങ്കിലും വാർത്തയാണ്, പിന്നെയും ചർച്ചയാണ്. എൻകൗണ്ടറിൽ പങ്കെടുത്ത എല്ലാവർക്കും